എവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയും അച്ഛനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന എവിടെ കൂത്താട്ടുകുളത്താണ്. കൂത്താട്ടുകുളത്ത് എവിടെയാണ് പറ? നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അല്ലേ? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് അടുത്താണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു വഴി പോലെ നിങ്ങൾ കാണുന്നില്ല, അതെവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിൽ കാണുന്നത് KGB ബാങ്ക് ആണ് കേട്ടോ. മുകളിൽ ഗോകുലം ഫിനാൻസ് ഒക്കെയാണ്. അതിൻ്റെ അടുത്തുള്ള ഈ വഴിക്ക്, അതായത് ബൈപ്പാസ് റോഡാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ കൂത്താട്ടുകുളത്താണ് കേട്ടോ. അപ്പോൾ രാവിലെ അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, 2 പേർക്ക് സുഖമില്ല. അപ്പോൾ ഞങ്ങളിത് 2 പേരെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന വഴിയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളിവിടെ നമുക്കുണ്ടല്ലോ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ നമുക്കിങ്ങനെ വളരെ റിലാക്സ് ചെയ്ത് നമുക്കിങ്ങനെ തിരക്കിൽ നിന്നൊക്കെ മാറി ഈ ടൗണിൻ്റെ നടുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഞാനും അമ്മയുടെ തിരിഞ്ഞ് നിൽക്കട്ടെ. ഞങ്ങൾ കടയിൽ കയറി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വണ്ടി ഇത് ബാക്കിൽ പാർക്ക് ചെയ്തേക്കുന്ന കണ്ടില്ലേ, നമ്മുടെ നാനോ. കാരണം ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. സാധാരണ കൂത്താളത്ത് ടൗണിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിന് പാടാ അല്ലേ, വണ്ടി എവിടെ ഇടുമെന്ന് വിചാരിക്കും. പക്ഷേ ഈ കടയ്ക്ക് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് ബാക്കിൽ. അപ്പം ഞങ്ങൾ വന്ന കട ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കടയിലെ വിശേഷങ്ങളും ഒക്കെ പറയാം. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് നേരെ ഞങ്ങളിങ്ങി പോരുവാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും ഈ കടയുടെ വിശേഷങ്ങളും കൂടിയാണ് കേട്ടോ ഇന്ന് പറയുന്നത്. അപ്പോൾ കടയിൽ വന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങളിത് കോഫി കുടിച്ചോണ്ട് അച്ഛൻ്റെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ ഇവിടെ എന്നാ വെച്ചാൽ കോഫി ചായ എന്നൊക്കെ ഉള്ളതിനേക്കാളും മെയിനായിട്ടുള്ളത് ഐസ്ക്രീംസ്, ഷെയ്ക്സ്, ജ്യൂസ് അല്ലേ, ഫലൂദാസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ സാൻഡ്വിച്ച് ഐറ്റംസ് ഒക്കെയാണ് കഴിക്കാൻ. സാൻഡ്വിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിൽക്കുവാണ്. വെജ് ചീസ് സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പം സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ച് ഒക്കെ അല്ലേ. നമ്മൾ വീട്ടിലാണെങ്കിലും സാൻഡ്വിച്ച് ഒക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അച്ഛനും സാൻഡ്വിച്ച് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ സത്യത്തിൽ ഞങ്ങൾ ഇന്നലെയും കഴിച്ചതാണ് കേട്ടോ. ഒന്നല്ലേ ഇന്നലെ അമ്മേനെ കഴിച്ച ഫ്രൂട്ട് സലാഡ് അല്ലേ, നല്ല അടിപൊളി വെറൈറ്റി ടൈപ്പിലുള്ള ഒരു ഫ്രൂട്ട് സലാഡ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു, മാംഗോയും സ്ട്രോബെറിയും കൂടെ ചേർന്നുള്ള അടിപൊളി ഫ്രൂട്ട് സലാഡ്, റംബൂട്ടാൻ, കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അടിപൊളി ഫ്രൂട്ട് സലാഡ് കഴിച്ചപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും വിചാരിച്ചു ഈ ഹോംലി ഫീലിങ്ങിലുള്ള ഈ ഷോപ്പിലൊന്ന് വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കൂത്താട്ടലംകാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ MC റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടുന്ന് ഒരു വഴിയുണ്ട്, ബൈപ്പാസ് റോഡ് ഉണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇത് സ്നൂസ് ആണ് കേട്ടോ ഷോപ്പിൽ വരുന്നത്. സ്നൂസ് ഐസ്ക്രീം പാർലർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ബൈപ്പാസ് റോഡിൽ ഇങ്ങോട്ട് കയറി വന്നാൽ സ്നൂസിലെത്താം. ഇപ്പോൾ നിങ്ങൾ MC റോഡിലൂടെ കൂത്താളം ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. ഇന്ത്യൻ ഓയിൽ പമ്പിന് നേരെ ഓപ്പോസിറ്റുള്ള ബൈപ്പാസ് റോഡിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ബിൽഡിങ്ങിലേക്ക് എത്താം. ഇനി KSRTCയിലോ പ്രൈവറ്റ് സ്റ്റാൻഡിലോ എത്തിക്കഴിഞ്ഞാലും ഈ ഒരു ഷോപ്പിലേക്ക് എത്താം അല്ലേ. ഇനി അങ്ങനെ എത്താം. ഇനി കൂത്താളംകാരാണെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, അടിപൊളി വൈബാണ്. ഞങ്ങൾ ഇന്നലെ വന്ന നൈറ്റ് ആണ് കേട്ടോ ഇവിടെ എത്തിയത്. സ്നൂസ് ഐസ്ക്രീം ഞാൻ കണ്ടില്ലേ, കാണിച്ചു തരാം. മൊത്തത്തിൽ കണ്ട ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പോകണ കണ്ടില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ കയറി പോണ വഴിയിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് ഇരിക്കുന്നത്. ഇതാണ് ഷോപ്പ് കണ്ടില്ലേ, ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇതിലാണ് ഈ ഷോപ്പ് ഇരിക്കണത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോർഡൊക്കെ. ഇതാണ് ഇവിടെ കണ്ടില്ലേ, ഇവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വണ്ടിക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ 2 വീലർ ആണെങ്കിലും 4 വീലർ ഒക്കെ ആണെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. സാധാരണ ഐസ്ക്രീം പാർലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്യാബിനൊക്കെ തിരിച്ച് അങ്ങനത്തെ ഒരു രീതിയിലല്ലേ കാണുന്നത്. ഇതങ്ങനെയല്ല കേട്ടോ, ഇതൊരു ഹോംലി ഫീലിങ്ങിൽ കുറച്ച് പച്ചപ്പും ചെടികളും അല്ലേ മേ? അച്ഛ എങ്ങനെയുണ്ട് ഈ കട, എങ്ങനെയുണ്ട് അച്ഛ? അച്ഛനെ കുറെ നാളായിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അച്ഛൻ ഇപ്പൊ എവിടെ പോയത് അച്ഛ? അച്ഛ എവിടെ പോയതാർന്ന്? ഞാൻ ആശുപത്രിയിൽ പോയി. എന്നാ പറ്റി അച്ഛന്? ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. അപ്പൊ ഐസ്ക്രീം പാർലറിൽ കയറി ജ്യൂസ് കുടിക്കാനല്ല കേട്ടോ, ഇവിടെ നല്ല സാൻഡ്വിച്ചും കോഫി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെയുള്ള വേറെ സാധനം ബദാം മിൽക്കാണ് കേട്ടോ. ഇത് നോക്കി, ഷോപ്പിൽ ഇരുന്നാൽ കണ്ടില്ലേ ബസ്സൊക്കെ പോകണുണ്ട്. ബസ് പോണ വഴി തന്നെയാണ് ഇത് കേട്ടോ, സ്റ്റാൻഡിലേക്ക് ബസ് കയറി പോണ വഴിയാണ്. അപ്പോൾ സ്നൂസിൻ്റെ പ്രത്യേകതകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഐസ്ക്രീം പാർലറിലെ ഈ ഐസ്ക്രീം പാർലർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബുക്സ് ഒക്കെ ഇവിടെ കാണും. നല്ല വെസൽസ് ഒക്കെ ഇവിടുത്തെ പ്രത്യേകതയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഗ്ലാസസും നല്ല ചെടികളും ഒക്കെ ഉള്ള ഷോപ്പാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ മെനു കാർഡ് ഒന്ന് കാണിക്കാം കേട്ടോ. മെനു കാർഡ് കണ്ടാലാണ് ശരിക്കും നമ്മൾ ഈ സ്നൂസിൻ്റെ ഞെട്ടിപ്പോകുന്നത്. കാരണം അത്രയധികം ഐറ്റംസ് ആണ് കേട്ടോ. മെനു കാർഡ് ഞാൻ ഇങ്ങനെ മറിച്ചങ്ങ് നോക്കുമ്പോൾ തന്നെ നോക്കിയാൽ ഇഷ്ടംപോലെ ഐറ്റംസ് ആണ്. അത് ഷെയ്ക്സ് ഒക്കെ നോക്കിയാൽ കുറേ ഉണ്ട് കേട്ടോ. ഷെയ്ക്കുകൾ, പിന്നെ ഫലൂദാസ്, സാൻഡേഴ്സ്, പിന്നെ സ്പെഷ്യൽ ഐസ്ക്രീംസിൻ്റെ ഒരു നിറഞ്ഞ കലവറയാണ് കേട്ടോ. ഇത്രയും സ്പെഷ്യൽ ഐസ്ക്രീംസ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല, അത്രയ്ക്ക് സ്പെഷ്യൽ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഭയങ്കര കുറവാണ് ഇവിടെ. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയുള്ള കൊച്ചു ഷോപ്പാകുമ്പോൾ റേറ്റ് കൂടുതലാണെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ നോർമൽ നമ്മൾ ഐസ്ക്രീം പാർലറിൽ നിന്നൊക്കെ കഴിക്കണേക്കാളും റേറ്റ് ഭയങ്കര കുറവാണ്. ഷെയ്ക്കൊക്കെ എടുക്കുവാണെങ്കിലും ഷെയ്ക്കൊക്കെ എല്ലാവരും കഴിക്കണം. അമ്മയ്ക്ക് ഷെയ്ക്ക് ഇഷ്ടമല്ലേ അമ്മേ?
ഇഷ്ടമല്ലേന്ന് ചോദിക്കണ്ട, അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ആണെങ്കിലും ഷെയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ഛന് ഷെയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അച്ഛന് പനിയുടെ ചുമയുടെ വിചാരം മാത്രമേ ഉള്ളൂ. തണുപ്പ് ഒന്നും അച്ഛൻ കഴിക്കത്തില്ല. വെജ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബദാം മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനൊരു ബദാം മിൽക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം എന്തേ ഇതാണ് നമ്മുടെ വെജ് സാൻഡ്വിച്ച്. ഇതാണ് കേട്ടോ വെജ്, നല്ല ചീസൊക്കെ ചേർത്തിട്ടുള്ള സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു ഇപ്പോൾ മൊത്തം ഇത് എത്രയാണ്, 4 സ്ലൈസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നോക്കി 4 സ്ലൈസ് ഉണ്ട് കേട്ടോ. 4 സ്ലൈസ് സാൻഡ്വിച്ചാണ്. ഇതിന് റേറ്റ് ഒന്നും നിങ്ങൾ വിചാരിക്കുന്നത് ഒത്തിരി കൂടുതലൊന്നുമല്ല. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും ബോണ്ടയും നെയ്യപ്പവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഇത് ഭയങ്കര നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത്, ഈ സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ബ്രെഡ് വരുന്ന സാധനം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഇതാണ് ഒരു കോംബോ ആയിട്ട് വരുന്നത്. ഇങ്ങനെ 2 പീസ്, ഇങ്ങനെ 2 പീസ്. അപ്പം ഞങ്ങൾക്ക് 4 പീസ് കണ്ടില്ല, ഇങ്ങനത്തെ 4 പീസ് സാൻഡ്വിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെ നമ്മൾ കൂത്താളം സ്നൂസ് ഐസ്ക്രീം പാർലറിൽ വന്നിട്ട് കാപ്പി അല്ലേ, നല്ല ബ്രൂ കോഫി, അതോടൊപ്പം തന്നെ സാൻഡ്വിച്ച്, വെജ് ചീസ് സാൻഡ്വിച്ച് കഴിച്ചു. അച്ഛനാണെങ്കിൽ എൻ്റെയും കൂടെ എടുത്ത് കഴിച്ചിട്ട് നിൽക്കും അല്ലേ അച്ഛാ? അല്ലേ, എനിക്ക് വേണോന്ന് ചോദിച്ചിട്ട് ചാച്ചൻ എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ ചാച്ചനും കഴിച്ചു. പിന്നെ ഞങ്ങൾ കഴിച്ചത്, ഞാനൊരു ബദാം മിൽക്കാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ബദാം മിൽക്ക്, ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ സ്നൂസ് കൂത്താളത്ത് കഴിച്ചു. ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കോഫിയും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചതിന് ശേഷം അച്ഛൻ്റെ മരുന്ന് വാങ്ങിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ വിശേഷം കൂടെ പറയാം. അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ടൊരു തലകറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ രാത്രിയിൽ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും അമ്മയ്ക്ക് നോക്കിയപ്പോൾ എന്നു വെച്ചാൽ പ്രഷർ ഭയങ്കരമായിട്ട് കൂടുതൽ. അപ്പോൾ പ്രഷറിന് അമ്മയ്ക്ക് ഇതിന് മുമ്പ് പ്രഷർ ഉണ്ടായിരുന്നു ഇല്ല, പ്രഷറേ ഇല്ലായിരുന്നു. പക്ഷെ നല്ല ഹൈ ആവുന്നു. പിന്നെ മരുന്ന് ഒരു വീക്ക് മരുന്ന് കഴിച്ചു. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് പ്രഷർ കുറവാണ് അല്ലേ, പക്ഷെ 1 വീക്ക് മെഡിസിൻ കഴിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഒരു ആഴ്ചയും കൂടെ മരുന്ന് തന്നിട്ടുണ്ട്. അമ്മയുടെ കാര്യം അങ്ങനെ നിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് വേച്ച് പോകുന്നു. അച്ഛൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അച്ഛൻ എന്നും അസുഖമാണ് അല്ലേ അച്ഛാ, എപ്പോഴും അസുഖം ആയതുകൊണ്ട് പുലി വരുന്നേന്ന് പറഞ്ഞ പോലെ അച്ഛൻ അസുഖമാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അച്ഛന് 100 ഡിഗ്രി അല്ലേ, പനി 100 ആയി. അപ്പോൾ എന്താണ്, അതിന് ആൻറ്റിബയോട്ടിക് തന്നു, മേലുവേദനയ്ക്കൊക്കെ മരുന്നൊക്കെ തന്ന്, പിന്നെ ചുമയ്ക്കൊരു സിറപ്പ്, ചുമ പക്ഷേ ഇല്ല അല്ലേ, ഒരു സിറപ്പൊക്കെ കൊടുത്ത് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ചാച്ചാ ഈ കട എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി കട. സാൻഡ്വിച്ച് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണ്. അപ്പൊ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടെ പറയാം. കൂത്താട്ടുകുളത്ത് പറഞ്ഞാൽ എവിടെ, എങ്ങനെയാ വന്നെ ഇങ്ങോട്ട്? നമ്മൾ എവിടെ വരണം? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോ പ്രൈവറ്റ് സ്റ്റാൻഡിലോ, 2 ഇരട്ടപ്പെട്ട മക്കളെ പോലെ അപ്പുറേ പോലെ ഇരിക്കുന്നത്. അവിടെ വന്നിട്ട് നേരെ ബൈപ്പാസ് റോഡിൽ ഇങ്ങ് കയറി വരിക. ഇവിടെ നേരെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, പിന്നെ ഗോകുലം അല്ലേ, ഗോകുലം ഉണ്ട്. അവിടെ അതിന്റെ സൈഡിൽ കൂടെ ഈ കാണുന്നൊരു വഴിയുണ്ട്. ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല പാർക്കിംഗ് ഒക്കെയുള്ള സ്നൂസിലേക്ക് എത്താം. ഒന്ന് ഇനി നിങ്ങൾ സ്റ്റാൻഡിൽ വരുന്ന ഹൈവേ കൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ മൂവാറ്റുപുഴ കഴിഞ്ഞ് കൂത്താളം ടൗണിലേക്ക് എത്തുമ്പോൾ ടൗണിന്റെ നടുക്കായിട്ട് ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാരണം ബൈപ്പാസ് റോഡിലൂടെ കയറി വന്നാലും ഈ പറയുന്ന സ്ഥാപനത്തിൽ എത്താൻ പറ്റും അല്ലേ. നമ്മൾ സാധാരണ കടയിൽ പോയിരുന്ന് കഴിക്കുമ്പോൾ അല്ല ഇവിടെ അല്ലേ, നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന ഫീലില്ലാമേ, നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് കഴിക്കുന്ന ഒരു ഫീലിൽ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങള് എന്നാച്ചാ നമ്മൾ ഉണ്ടാക്കി കഴിക്കണ പോലെ തന്നെ നമ്മുടെ വീട്ടില്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഹോംലി ടേസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം എന്നാച്ചാ എല്ലാരും കുടുംബസമേതം വരട്ടെ എന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ബൈ ബൈ.